കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ 2023 ജൂണിൽ വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകൾ നയം നടപ്പാക്കിയിട്ടുണ്ട്. സർക്കാർ കാപ്പട്യം കളയണമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വളരെ ലോകം കീഴടക്കിയ രീതിയിൽ ഞങ്ങൾ NEP നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് 2023 ജൂൺ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആഗോള സിലബസ് ആണെന്നാണ് പറഞ്ഞത്. കേന്ദ്ര സിലബസ് ആണെന്നേ അത് കേന്ദ്രത്തിലെ NEP സിലബസാണ്, അതിന് ആഗോള സിലബസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ചൈനയിലെ സിലബസ് എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഈ കാപട്യം? ഈ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ നഷ്ടം. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, നേരത്തെയും ജോർജ് കുര്യൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PM ഉഷ നടപ്പാക്കിയിട്ടുമുണ്ട്. പുതിയ കാര്യമല്ല. എന്താണ് കേന്ദ്രമന്ത്രി പറയാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം എന്താണ് സ്ട്രെസ് ചെയ്യുന്നത്? എന്നാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കാപട്യമുണ്ട് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുണ്ട്, എന്നാൽ എന്തുകൊണ്ട് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ജോർജ് കുര്യൻ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 2023 ജൂണിൽ ഇത് സംബന്ധിച്ചുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് വൈസ് ചാൻസലർമാരോട് പറഞ്ഞത് ഇത് ആഗോള നിലവാരമുള്ള സിലബസ് ആണെന്ന്, അതുകൊണ്ട് അത് പഠിപ്പിക്കണമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ സ്കൂളുകളുടെ കാര്യം വരുമ്പോൾ ഈ ഒരു മാറ്റം വരുന്നത്? ഈ സ്കൂളുകളുടെ കാര്യത്തിൽ അത് ചൈനീസ് സിലബസ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ പോരെ എന്നുള്ളൊരു പരിഹാസവും ജോർജ് കുര്യൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് നൽകുന്ന കത്തിന് ഒരു കടലാസിന് വില മാത്രമല്ലേ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇനി നിലപാടെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാവിപ്പണം വേണ്ട എന്നും പറയാൻ, കാവിപ്പണമാണ് സർക്കാർ നൽകുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും ആരോപണം. അങ്ങനെയെങ്കിൽ ആ പണം വേണ്ട എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യവും ജോർജ് കുര്യൻ ഉന്നയിക്കുന്നുണ്ട്.